അപ്പുറത്തേക്ക് രാഹുൽ, ഈ പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ പാലക്കാട്. ആ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമെന്നോ അത് പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സഹായിക്കുമെന്നോ? കാരണം നിരവധി പേർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സരിന് പിന്നാലെ ഷാനിബിന് പിന്നാലെ പലരും കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. പറയട്ടെ, ഞാൻ അതിനകത്ത് ക്ലാരിറ്റിയോടുകൂടി ഇതുവരെ കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇപ്പം പാർട്ടിക്കകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു, ഒന്ന് ഇപ്പം എതിർ സ്ഥാനാർത്ഥിയായി വന്നയാൾ, പിന്നെ താങ്കൾ പറഞ്ഞ പേര്, പിന്നെ 3 പേര്, മൊത്തം 5 പേരാണ് പാർട്ടി വിട്ടു എന്ന് പറയപ്പെടുന്നത്. അതിനകത്ത് ആദ്യത്തെ 2 പേർക്ക് ഈ മണ്ഡലവുമായിട്ടൊരു ബന്ധമില്ലാത്തവരാണ്. ഈ മണ്ഡലത്തിലെ വോട്ടർമാരോ മണ്ഡലത്തിൻ്റെ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധമുള്ളവരോ അല്ല, അത് വിട്ടേക്കും. അപ്പം മണ്ഡലത്തിലെ വോട്ടർമാർ പോലും അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി മണ്ഡലത്തിനകത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ ആ വാർഡിൽ UDF ലീഡ് ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ, പ്രായിരിലെ ആ വാർഡിൽ UDF ലീഡ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ആത്മവിശ്വാസമല്ലോ. പിന്നുള്ള 2 പേര് 4-5 വർഷം മുമ്പ് പാർട്ടിയിൽ പ്രവർത്തനം നടത്തിപ്പോയവരാണ്. അന്ന് പിന്നെ ഇത് വാർത്ത കൊടുക്കുന്നൊരു സമയത്ത് ഇതാണല്ലോ ട്രെൻഡ്. ഇത് ട്രെൻഡായിരിക്കുന്ന സമയത്ത് ആ 2 പേര് 5 വർഷം മുമ്പ് പാർട്ടി പ്രവർത്തനം നടത്തിയ ആളുകൾ പാർട്ടി വിട്ട കാര്യമാണ്. അപ്പം 3 പേരാണ് തത്വത്തിൽ. അതിലൊരാൾ മാത്രമാണ് മണ്ഡലത്തിനകത്തുള്ളത്. ആ ഒരാൾ പഞ്ചായത്ത് മെമ്പറാണ്. ആ മെമ്പറുടെ വാർഡിൽ നമ്മൾ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. ബാക്കി എന്താ പ്രശ്നം? നിങ്ങൾ പറ, വേറെ ഏതാ പ്രശ്നം? ഒരു പ്രശ്നം പറയും. ഈ മണ്ഡലത്തിൽ സജീവമാകാത്ത ഒരു നേതാവിൻ്റെ പേര് പറ. ഇനി നിങ്ങൾ പറഞ്ഞൊരു വിവാദം കത്തായിരുന്നു. കത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് വന്നതാണ് എന്ന് നിങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ തന്നെയുണ്ട്. ഇനി ആ കത്ത് ശരിയാണെന്ന് തന്നെ വിചാരിച്ചു. ആ കത്തിനകത്ത് കൊടുത്തിരിക്കുന്ന പേരുകാരുണ്ടല്ലോ, ആ പേരുകാരിൽ ആരെങ്കിലും ഈ മണ്ഡലത്തിൽ ചുമതലകൾ ഏറ്റെടുക്കാതെ ജോലി ചെയ്യാതിരുന്നിട്ടുണ്ടോ? അതിൽ ഒരു പേരുകാരിയുടെ കാര്യം പറയാം, പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യാം. ആ കത്തിനകത്ത് യഥാർത്ഥ കത്താണോന്നോ അവരത് ഒപ്പിട്ടിട്ടുണ്ടോന്നോ ഒന്നും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കതറിയില്ല. ഇനി അങ്ങനെ ഉണ്ട് എന്ന തലത്തിൽ തന്നെ ഞാൻ പറയാം. അതിനകത്ത് ഒരു പേരുകാരിയാണ് തുളസി ടീച്ചർ, KPCC ജനറൽ സെക്രട്ടറി. തുളസി ടീച്ചറിന് ചുമതലയുള്ള മണ്ഡലമാണ് മാത്തൂർ. മാത്തൂരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ശതമാനം ഉണ്ടായത്. അവരൊരു ചുമതലക്കാരി എന്ന നിലയിൽ അവിടെ ചെയ്തിട്ടുള്ള സേവനം ഉണ്ടല്ലോ. അവർ ഈ പോളിംഗ് ഡേയിൽ അവരുടെ വല്യമ്മയുടെ വീണ് ഇടുപ്പല്ല് പൊട്ടി ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ദിവസം, അവരുടെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു ദിവസം, ആ ദിവസം പോലും അവർ ഫോണിലൂടെയും നേരിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകൾ വളരെ വലുതാണ്. അത്ര ആത്മാർത്ഥമായിട്ടാണ് അവർ ജോലി ചെയ്തത്. ഇത് അവർ പറഞ്ഞല്ല ഞാൻ അറിയുന്നത്. അതായത് അവരെന്നെ അത് ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നില്ല. ഞാനിത് അവിടുത്തെ പ്രവർത്തകർ പറയുന്നത് ഞാൻ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത്ര ആത്മാർത്ഥമായിട്ടാണ് ഇവരെല്ലാം ജോലി ചെയ്തത്, അത്ര ആത്മാർത്ഥമായിട്ട്. മറ്റു വിവാദങ്ങൾ ഒരുപാടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ പെട്ടി വിവാദം, അങ്ങനെ പല കാര്യങ്ങൾ, ഈ പറഞ്ഞ എന്താ പറയുക, വോട്ടർമാരുടെ വ്യാജ വോട്ടർമാരുടെ കേസ്, പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം, അങ്ങനെ പല വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ട്വിസ്റ്റും സൂപ്പർ ട്വിസ്റ്റുകളൊക്കെ ഇങ്ങനെ വമ്പൻ ബോംബുകളായിട്ട് വരികയായിരുന്നു. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഏത് രീതിയിലായിരിക്കും, എവിടെയായിരിക്കും പ്രതിഫലിക്കുക? UDFന് അനുകൂലമാണോ പ്രതികൂലമാണോ? അതിലൊരു വിലയിരുത്തൽ. ഒരു 3000 വോട്ട് എനിക്ക് തന്നിട്ടുണ്ട്. 3000 വോട്ട് ഏറ്റവും കുറഞ്ഞത്. കുറേ ന്യൂട്രലായിട്ടുള്ള ആളുകൾ വളരെ സ്ട്രോങ്ങായി ഓപ്പണായി പറഞ്ഞു. ഇനിയും സെൻറ്റിമെൻസ് ഉള്ള LDF സെൻറ്റിമെൻസ് ഉള്ള ചില ആളുകൾ ഇത് ഭയങ്കര വൃത്തികേടാണ്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റായി ആ പെട്ടി വിവാദം മാറി. ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി. അപ്പോൾ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് പേരായി മാറിയില്ലേ? അത് ഞാൻ ആ പേരിട്ടതിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ജനങ്ങൾക്ക് കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് ആ പേര് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അപ്പോൾ അതൊരു 3000 വോട്ടെങ്കിലും പ്ലസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്ന വിവാദങ്ങളുടെയൊക്കെ ബേസ് ശ്രീ അല്ലമീൻ തന്നെ എൻ്റെ ഒരു യുക്തി ആലോചിച്ച് നോക്കൂ. ഇപ്പം യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇവർ പിന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവരെ വ്യാജൻ എന്ന് വിളിക്കും. ഇവരുടെ സർക്കാരല്ലേ അധികാരത്തിലിരിക്കുന്നത് രണ്ടിടത്തും, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. ഈ കേസ് രാജ്യദ്രോഹമാണ്. അതായത് കേന്ദ്ര സർക്കാരിന് വേണമെങ്കിലും ഇടപെടാം. ഈ വിവാദം തുടങ്ങിയിട്ട് 12 മാസം കഴിഞ്ഞു. ഇന്നത്തെ ദിവസം വരെ എൻ്റെ പേരിലൊരു FIR പോലും ഇല്ല. FIR പോലും ഇല്ല എന്നല്ല, അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ ഒരു മൊഴിയെടുക്കാൻ, അന്ന് ആര് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണെങ്കിലും വിളിക്കുന്ന മൊഴിയെടുക്കാൻ വിളിച്ചതല്ല, അതെന്നെ ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ ആ കേസ് ജനങ്ങൾ വിശ്വസിക്കുമോ? 2, പെട്ടി വിവാദം ആരോപണം എന്താ? കള്ളപ്പണമാണ്. കള്ളപ്പണമാണെങ്കിൽ ഇപ്പോൾ 10-15 ദിവസമായി ഇതുവരെ ഒരു FIR ആ വിഷയത്തിനകത്തും ഇല്ല. എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. പരാതിക്കാരനാരാ? CPM ജില്ലാ സെക്രട്ടറിയാണ്. മറ്റേതിനകത്തെ പരാതിക്കാരൊക്കെയാണ് BJP സംസ്ഥാന പ്രസിഡന്റും DYFI സംസ്ഥാന സെക്രട്ടറിയാണ്. ആക്ഷനുകൾ ഉണ്ടാകുന്നില്ല. ഇനി വ്യാജ വോട്ട് ഇവിടെ ചേർത്തു എന്ന് പറയുന്നത്, അതിൽ ആദ്യ പരാതി കൊടുത്തതാരാ? ഞങ്ങളാണ്. ഇനി വ്യാജ വോട്ട് ചേർത്തു എന്ന് പറഞ്ഞ് കരയുന്നതാരാണ്? ഇവിടുത്തെ മന്ത്രിയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. വോട്ടർ പട്ടികയുടെ നിയന്ത്രണം ആർക്കാനുള്ളത്? UDFന് അപ്ലൈ ചെയ്യാനല്ലേ പറ്റൂ. ഇനി പോട്ടെ, ഒരു വ്യാജ വോട്ട് UDF അപ്ലൈ ചെയ്തു എന്നിരിക്കട്ടെ, അപ്ലൈ ചെയ്യാനല്ലേ UDFന് പറ്റൂ. ആ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും അല്ലേ റോളുള്ളത്.
അപ്പോൾ അതെങ്ങനെയാണ് വാലിഡ് ആകുന്നത്? അപ്പോൾ ഇവരുന്നയിച്ച ആരോപണങ്ങളൊന്നും, പിന്നെ പറഞ്ഞൊരു ആരോപണം എന്താണ്, വരുത്തൻ. പറഞ്ഞത് ആരൊക്കെയാണ്? 3 പേരെ എന്നെ വരുത്തൻ എന്ന് വിളിച്ചത്. ഒന്ന് ശ്രീ AK ബാലൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു തിരുത്തുണ്ട്, ഞാൻ ശ്രീ AK ബാലൻ കണ്ണൂരുകാരനാണെന്നാണ് പറഞ്ഞത്. ബ്രണ്ണൻ കോളേജിൽ പഠിച്ച ഓർമ്മയിലാണ് പറഞ്ഞത്. പക്ഷേ CPM തന്നെ 1-2 നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ ശ്രീ AK ബാലൻ കണ്ണൂരുകാരനല്ല, നാദാപുരംകാരനാണെന്ന് പറഞ്ഞു. തിരുത്തൽ വരുത്തി. ശരി, നാദാപുരത്തു നിന്ന് ബാലേട്ടനല്ലേ എന്നെ വരുത്തെന്ന് വിളിച്ചത്? ബാലേട്ടൻ എത്ര തവണ ഇവിടുത്തെ MLA ആണ്? CPM പാലക്കാട് ജില്ലയിലെ 1ാമത്തെ നേതാവല്ലേ ബാലേട്ടൻ? കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിനോടുള്ള പിന്നെ വിവേചനം കൊണ്ട് ഇപ്പോഴും ഒരു പട്ടികജാതിക്കാരനെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കാനുള്ള മടി കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ബാലേട്ടനോളം സീനിയറായിട്ടുള്ള ഒരാളെ എന്നേ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കേണ്ട സീനിയോറിറ്റി അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുകയല്ലേ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആദ്യമായിട്ട് പോളിറ്റ് ബ്യൂറോയിൽ വരുന്നത് ഈ അടുത്താണല്ലോ. ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിട്ട് ഒരു പട്ടികജാതിക്കാരനെ വെച്ചിട്ടില്ല. ഇതൊക്കെ കൊടുക്കണം കേട്ടോ. ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിട്ട് പാർട്ടിയുടെ പരമോന്നത പദവിയിൽ ഒരു പട്ടികജാതിക്കാരൻ വരാത്ത 2 പ്രസ്ഥാനങ്ങളേ ഉള്ളൂ. ഒന്ന് RSSൻ്റെ സർസംഘചാലക്, 2 CPMൻ്റെ ജനറൽ സെക്രട്ടറി. പോട്ടെ, ബാലേട്ടന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ബാലേട്ടൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാകേണ്ട ആളാണ്. ആ ബാലേട്ടനാണ് എന്നെ ഒരു തവണ വരുത്തെന്ന് വിളിച്ചത്. പിന്നെ എന്നെ വരുത്തെന്ന് വിളിച്ചത് ആരാണ്? ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഏത് ജില്ലക്കാരനാണ്? അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനല്ലേ. ഇനി എന്നെ വരുത്തെന്ന് വിളിച്ചത് ആരാണ്? BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ കോഴിക്കോട് ഉള്ളിയേരിക്കാരനെ അദ്ദേഹം എൻ്റെ പത്തനംതിട്ട ജില്ലയിൽ വരെ ഒന്ന് മത്സരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം മത്സരിച്ചിട്ടില്ലാത്ത ജില്ലകൾ കുറവല്ലേ? അദ്ദേഹം എല്ലാ ജില്ലയിലും മത്സരിച്ചിട്ടുള്ള ആൾ എന്നെ വരുത്തെന്ന് വിളിച്ചു. അപ്പോൾ ഇവർ 3 പേര് എന്നെ വരുത്തെന്ന് വിളിക്കുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുക? അപ്പോൾ ഇവർ പറഞ്ഞ ഏത് ആരോപണത്തിനാണ് അടിസ്ഥാനം ഉണ്ടായിരുന്നത്? അപ്പോൾ അതെല്ലാം ജനങ്ങൾ ചിന്തിക്കും, ചർച്ച ചെയ്യും.